വിശ്വാസികളെ വളരെ സുദീർഘമായ രീതിയിലുള്ള ഒരു സംസാരത്തിന് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല. നാം ഏവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ അടിമകളായ നമ്മെ രാജാതിരാജനായ പടച്ചറബ് സൃഷ്ടിച്ചത് അവരെ ആരാധന ചെയ്യുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആനിലെ ഭാഷ്യം തന്നെ അങ്ങനെയാണ്. മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജാതിരാജനായ പടച്ചറബിനെ ആരാധന ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അൽ ഇബാദത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് നബിയെ ഇബാദത്ത് എന്ന് പറയുന്നത്, എന്താണ് നബിയെ ആരാധന എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ ഹബീബുൽ വറാ ത്വഹ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, കുല്ലു മഅറൂഫിൻ ഇബാദ, എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വകുല്ലു സലാത്തിൻ ഇബാദ വകുല്ലു സൗമിൻ ഇബാദ വകുല്ലു ഹജ്ജിൻ ഇബാദ വകുല്ലു ഉംറത്തിൻ ഇബാദ വകുല്ലു ബൈഇൻ ഇബാദ എന്നല്ല പറഞ്ഞത്, എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്താണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇന്നിവിടെ നമ്മുടെ ഖുതുബയിൽ നമ്മൾ കേട്ടു നമ്മുടെ കച്ചവടത്തിനെ സംബന്ധമായിട്ട്. എന്താണ് കച്ചവടത്തിനെ കുറിച്ച് പറഞ്ഞത്? ഒരായത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. വൈലുൽ മുതഫ്ഫിഫീൻ, കച്ചവടത്തിൽ ആരാണോ ചുരുക്കിക്കൊണ്ട് കച്ചവടം നടത്തുന്നത്, 1 കിലോ പഞ്ചസാര അത് 850 ആക്കിയാണ് കച്ചവടം നടത്തുന്നത്, അവർക്കാകുന്നു നാശമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു നമുക്ക് ഹലാലാക്കിയ ഒരു മാർഗമാണ്, ഒരു ജീവിത ഉപാധിയാണ് കച്ചവടം എന്ന് പറയുന്നത്. വഹറമ റിബ, പലിശയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു ഹലാലാക്കിയിട്ടുള്ള ഈ കച്ചവടം തന്നെ അല്ലാഹുവിന്റെ ഒരു നിയത്തോടുകൂടെ അല്ലാഹുവിന് വേണ്ടിയാണ് എന്നുള്ള നിയത്തോടുകൂടെയാണ് നമ്മൾ സമർപ്പിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഖൈറാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ അയ്യുൽ അഅ്മാലി അഫ്ളൽ യാ റസൂലല്ലാഹ്, നബിയോട് ചോദിക്കുകയാണ്, നബിയെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമൽ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഒരു മനുഷ്യൻ തന്റെ കൈകൊണ്ട് എന്താണോ അധ്വാനിക്കുന്നത്, ഒരു മനുഷ്യൻ തന്റെ കൈകൊണ്ട് എന്താണോ അധ്വാനിക്കുന്നത് അതിനാകുന്നു ഏറ്റവും നല്ല പരിശുദ്ധമായ ഏറ്റവും നല്ല ജോലി എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതിനുശേഷം ആ ഹദീസിന്റെ ബാക്കി മുത്തുനബി പറയുകയാണ്, വകുല്ലു ബൈഇൻ മബ്റൂർ, സത്യസന്ധമായി ആരാണ് കച്ചവടം നടത്തുന്നത്, കൃത്യമായ രീതിയിൽ അതിലൊരു ചുരുക്കം നടത്താതെ കൃത്യമായ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ആരാണ് കച്ചവടം നടത്തുന്നത് അതാകുന്നു ഏറ്റവും നല്ല ജോലി എന്ന് ശരീഉൽ വറാ റസൂൽ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്ത് ആരാധനയാണെങ്കിൽ മുത്തുനബിയോട് ചോദിക്കുന്നു, എന്താണ് നബി ആരാധന? മുത്തുനബി പറഞ്ഞു കൊടുത്തത് എല്ലാ നമസ്കാരം എന്നല്ല, എല്ലാ നോമ്പെന്നല്ല, എല്ലാ ഹജ്ജ് എന്നല്ല പറഞ്ഞത്. അവിടുന്ന് ശരീഉൽ വറാ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വകുല്ലു മഅറൂഫിൻ ഇബാദ, എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്താണ്. നമ്മളിതാ വളരെ വൈശിഷ്ടമായിട്ടുള്ള വളരെ പ്രയാസമുള്ള വളരെ വിഷമുള്ള ഈ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിലേക്ക് തെങ്ങിൽ നിന്നും അതിന്റെ ഒരു ഭാഗം ചാടുകയാണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പദ്ദ എന്നാണ് ഇത് പറയാം, ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല. ആ സമയത്ത് അത് എടുത്ത് നീക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു മെന്റൽ പവർ നമുക്കുണ്ടെങ്കിൽ അത് ആരാധനയാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാധനയെ കുറിച്ച് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാനിനെ പല തട്ടുകളാക്കി തിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ ഏറ്റവും നല്ല മെജോറിറ്റി ഉള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ളത് ഏറ്റവും താഴ്ന്ന സ്ഥിതിയിലുള്ളത് ഈ മാത്തത്തിൽ അതാണ് വഴിയിലുള്ള ഉപദ്രവം നീക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ആരാധനകൾ ചെയ്യുക. എന്ത് ആരാധന ചെയ്യുമ്പോഴും അത് ആനന്ദമാകണം. ആരാധന കുറെ നിസ്കരിക്കുക എന്നുള്ളതാണ്. നിസ്കരിക്കണം പറഞ്ഞു വരാൻ വേണ്ടിയാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. പടച്ചവനെ നമ്മൾ കാണുന്നത് പോലെ ആരാധിക്കുക. സത്യത്തിന് നമ്മൾ പടച്ചവനെ കാണുന്നില്ല, ഇന്ന ഉയരാണ് നമ്മളെ ഈ ഒരു ടെൻഡൻസി, ഈ ഒരു രീതിയിൽ നമ്മൾ ആരാധന ചിട്ടപ്പെടുത്തിയ നമുക്ക് വിജയമുണ്ടാകും. ഒന്നും നമുക്ക് തോന്നിയില്ല. നമ്മുടെ ഒരു ഗോല പ്രസംഗം നടത്താൻ വന്ന സമയത്തൊന്നും പറഞ്ഞിട്ട് ഞാനിപ്പോ ജോലി ചെയ്യുന്നത് പൂക്കോട്ടും പാടം എന്ന് പറയുന്ന സ്ഥലത്തെ സമീപ
സ്വതരാക്കി കുടിക്കുക എന്നൊരു ദിവസം നോക്കില്ല. ഞാൻ വലിയ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശിക്കുന്നില്ല, എല്ലാവരും കണ്ടുകൊണ്ടൊന്ന് സംസാരിക്കുക എന്നുള്ളത് വേണ്ടി വന്നതാണ്. അപ്പൊ എല്ലാവരും ദുആ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നിർവ്വഹണം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.